ഇവിടെ 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 ടാറ്റ എടുക്ക്. നിങ്ങൾ വന്നുണ്ടോന്ന് ചോദിച്ചു. വായോന്ന് പറ. ഹലോ ഗായ്സ്, അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഒരു വാഗമണ്ണിന് പോയൊരു കഥയാട്ടോ. പോയപ്പോൾ തന്നെ പെട്ടുപോയൊരവസ്ഥയാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നേ വാഗമണ്ണിന് പോകാമെന്ന്. അപ്പോൾ ഇത് ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ എന്നാൽ ഉച്ചയായപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ വാഗമണ്ണിലേക്ക് തന്നെ പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയുള്ളൊരു യാത്രയുടെ തുടക്കമാണ് ഇതേ. അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അങ്ങനെ കടയും കാര്യങ്ങളൊന്നും കാണില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ള കുറച്ച് സ്നാക്സും കുട്ടികൾക്ക് കൊടുക്കാനുള്ളതും വെള്ളവും എല്ലാം നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. അപ്പോൾ കുട്ടികളേതായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അവർക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും കഴിക്കാനുള്ളതും ജ്യൂസ് ഐറ്റംസും ഫ്രൂട്ട്സും ഒക്കെ കയ്യിൽ എപ്പോഴും കരുതുന്നത് നല്ല. അപ്പം ഞങ്ങളും അങ്ങനെ ചെയ്യാറുണ്ടേ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ആസ്വദിക്കുന്ന ആൾ ഞങ്ങളുടെ കുഞ്ഞനാട്ടോ. കുഞ്ഞൻ എവിടെ പോയാലും ഇതുപോലെ ഡോറെ പിടിച്ച് യാത്രകൾ ആസ്വദിക്കാറുള്ളൊരു കൊച്ചാണേ. അപ്പോൾ അതുണ്ട് അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു ബിൽഡിംഗ് വരെ നമ്മൾ എത്തണം. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പം നിരനിരയായിട്ട് വണ്ടികളൊക്കെ വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല സുഖം, നല്ലൊരു ക്ലൈമറ്റ്, നല്ല തണുപ്പ്, അതുപോലെ നല്ല കാറ്റ്, നല്ല മലകൾ. അപ്പോൾ എനിക്കും ഏട്ടനും ഏറ്റവും കൂടുതൽ ഇഷ്ടം പോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഇതുപോലുള്ള മലകളൊക്കെ കേട്ടോ. മല, കുന്ന്, അതുപോലെ തണുപ്പുള്ളത്, മഞ്ഞ്, ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാട്, മൃഗങ്ങളെ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കുറച്ച് താല്പര്യം കൂടുതലാണേ. ചക്കിക്കൊത്ത ചങ്കരൻ എന്നതുപോലെ തന്നെ ഞാൻ ആവശ്യപ്പെടുന്ന സ്ഥലം ഏതാണോ അല്ലെങ്കിൽ കെട്ടിയോൻ ആവശ്യപ്പെടുന്ന സ്ഥലം ഏതാണോ അത് രണ്ടും ഞങ്ങൾക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളായിരിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നത്. അപ്പോൾ കുന്നും മലകളുമാണ് കെട്ടിയോനും എനിക്കും ഒക്കെ ഏറെ ഇഷ്ടം. അതുപോലെ മഞ്ഞ്, മഴ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. തിരക്ക് പിടിച്ച നഗരങ്ങളെക്കാളൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെയുള്ള ശാന്തമായ സ്ഥലങ്ങളാണ്. അപ്പം ഒരു ഗ്ലാസ് ചായ മേടിക്കാമെന്ന് പറഞ്ഞ് പോകുന്ന പോക്കാണ് കെട്ടിയൻ. ആ സമയത്ത് ഞാനും എൻ്റെ കുഞ്ഞിനും കൂടെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥലം നോക്കി, വലിയ പാറയും ഭയങ്കരമായിട്ട് നല്ല അന്തരീക്ഷമായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മഞ്ഞ് കാണാമായിരുന്നു. പക്ഷേ ചെറിയ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കല്യാണിമോള് കണ്ടില്ല, വണ്ടിയെ കയറിയപ്പോഴേ മുതൽ നല്ല ഉറക്കത്തില്ല. കുഞ്ഞാ ചേച്ചി എവിടെ? ചേച്ചി എന്തിയേ? ഇവിടെ ചേച്ചി എവിടെ? വാവോ ഇത് പറഞ്ഞു, ചേച്ചി വാവ ഉറങ്ങുമെന്ന് പറഞ്ഞു. ഞണ്ടു ചേച്ചി എന്തിയടാ? വാവ ഉറങ്ങുമെന്ന് പറ. അപ്പോൾ യാത്ര പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്ന് വേണ്ടത് യാത്ര ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. വേണ്ട ഇല്ല. ചെറിയ രീതി അവിടെ നിന്ന് തിന്നാനുള്ളതും കുടിക്കാനുള്ളതും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് വാഗമണ്ണിലേക്കാട്ടോ. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. മേളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്കുള്ള ഓരോ വീടുകളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് ഈ ഒരു ക്ലൈമറ്റിൽ ജീവിക്കുന്നവർക്കൊക്കെ അടിപൊളിയാണ്. മഴക്കാലത്ത് ഇവിടെ ദുരിതമായിരിക്കും. അപ്പോൾ ഞാനാണേലും എൻ്റെ കെട്ടിയോനാണെങ്കിലും ഞങ്ങൾ വളർന്നതൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളുടെ പേരൻസിൻ്റെ കൂടെ യാത്ര ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോകുക, അവരെ മാക്സിമം കാണിക്കാൻ പറ്റുന്നതെല്ലാം കാണിക്കുക, അതൊക്കെയാണല്ലോ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാത്ര എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാട്ടോ. മേടിച്ചു പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, നോ മേടിച്ചു
പച്ചുമാമ. അപ്പോൾ കല്യാണിയുടെ അച്ഛനോട് ഇപ്പോഴേ സോപ്പ് ഇടുന്നത് എനിക്ക് അത് മേടിച്ച് തരുമോ, അച്ഛൻ ഇത് മേടിച്ച് തരുമോ, അച്ഛൻ അന്നിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഇതായി, ദൈവമേ ഇനി ഇവള് ഇതൊക്കെ മേടിക്കാൻ വേണ്ടി പറഞ്ഞ് വല്ല ബഹളം ഉണ്ടാക്കുമോ എന്നുള്ളത്. കുഞ്ഞിനെയും കൊണ്ടാണെങ്കിൽ അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, അതിന് ഒരു കരച്ചിലും ബഹളങ്ങളും ഒന്നുമില്ല. അപ്പം നമ്മൾ വാഗമണ്ണി വന്ന് അങ്ങോട്ട് നേരെ പോകുന്നത് പൈൻ വാലിയിലേക്കാണ് കേട്ടോ. അപ്പം പൈൻ വാലിയിലേക്ക് പോകുന്ന വഴികളാണ്, വഴിയോരം ഫുൾ ഇതുപോലെ കച്ചവടക്കാരാണ്, പാവകളും എല്ലാ സാധനങ്ങളുമായിട്ട്. അപ്പം ഞാൻ ആദ്യം പോയ സ്ഥലത്തുനിന്ന് എനിക്ക് പൈനാപ്പിൾ ഒന്നും ഉപ്പിലിട്ടത് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നേരെ ഞാൻ പോയത് പൈനാപ്പിൾ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ നേരെ പൈൻ വാലിയിലേക്ക് ഇറങ്ങുന്ന വഴിയിലേക്ക് പോകുവാണേ. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലുള്ള ഓരോ ഡ്രസ്സും ജോലിയുടെ കാര്യങ്ങളും അല്ലാണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, അപ്പം അതിനൊക്കെ ഇടയിൽ നമുക്കൊരു റിലീഫ് കിട്ടണമെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ നല്ലതാണ്. അപ്പോൾ അച്ഛനും മോളും കൂടെ നേരെ പോകുന്നത് ടിക്കറ്റ് എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മളെ താഴേക്ക് പോകാമെന്നേ. അപ്പോൾ അവർ രണ്ടുപേരും പോയി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ താഴത്തേക്ക് പോകുക കേട്ടോ. നേരത്തെയൊക്കെ ഇതുപോലെ കല്ലായിരുന്നു, ഇപ്പം നല്ല രസമാണ് നടന്നൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല സൗകര്യമുള്ളൂ, നല്ല വഴികളൊക്കെയാണ് ഇപ്പം. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വന്നിട്ട് ഒരുപാട് നാളായി. ഇപ്പോൾ ഇവിടെ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 800 രൂപ മുതലാണ്. അപ്പം തന്നെ ഫോട്ടോ എടുത്ത് അവർ നമുക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്ത് തരും. അപ്പോൾ കുട്ടികളെയൊക്കെ ആയിട്ട് വരുന്നവർ കൂടുതലും ശ്രദ്ധിക്കണം, കാരണം ഇറക്കം പിടിച്ച വഴിയാണ്. അപ്പം കുട്ടികളൊക്കെ ഓടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീഴാനായിട്ടൊക്കെയുള്ള, നമ്മളാണെങ്കിൽ അവിടെ സൂക്ഷിച്ച് പോകണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടുള്ള നടപ്പ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ താഴെ കിടക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ കല്യാണി ഫുൾ എനർജിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു കല്യാണിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. കുട്ടികളുടെ സന്തോഷം അതാണല്ലോ നമുക്ക് വലുത്. അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അല്ല ഗൈസ്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ പോകുക, നമ്മൾ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കുക, അതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന. അപ്പം എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കാൻ ആരുമില്ലാതായി പോകും. പിന്നെ ഞങ്ങൾ അതിലേക്കൂടെ നടന്ന് കുറേ വീഡിയോസും കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. കുഞ്ഞിനെയൊക്കെ എടുത്ത് കുറേ നേരം കളിപ്പിച്ചു. കുഞ്ഞൻ ഇതുപോലെയുള്ള തുറസായ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നടക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ പതുക്കെ പതുങ്ങിയിരിക്കത്തേ ഉള്ളൂ, അങ്ങനെ ആരുടെയും കൂടെ പോകത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു പക്ഷേ വഴക്കോ കരച്ചിലോ ബഹളോ അങ്ങനത്തെ ഉള്ള പിടിവാശിയും കാര്യങ്ങളൊന്നുമില്ല. കുട്ടി നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ അനങ്ങാതെ ഇരുന്നോളും. ഇടയ്ക്ക് പറയും അമ്മ അത് ഇത് വേണം എന്നൊക്കെയുള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ കുറേ ഫോട്ടോ ഒക്കെ എടുത്തുന്നത്, അപ്പോൾ അതിൻ്റെ കുറേ ഫോട്ടോസാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് കല്യാണി മോളെ പോകാൻ വിളിച്ചപ്പോൾ എന്ത് ചെയ്താൽ വരത്തില്ല കേട്ടോ. അത് ഭയങ്കര കളിയാണ്, ഇങ്ങനെ ഓടി നടന്ന് കളിക്കുക. വാ കുട്ടി പോകാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ അവൾ നമ്മളെ ഇട്ട് കളിപ്പിക്കുക. പോകും പിന്നെ ഓടി വരും. നമ്മളിവിടെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, അപ്പോൾ ഓടി വരും, നമ്മളെ പിടിക്കും, പിന്നെയും കയറി പോകും. അങ്ങനെ കുട്ടി ഭയങ്കര കളിയായിരുന്നു. കുഞ്ഞനെ നിലത്തിറക്കിയപ്പോഴാണ് കുഞ്ഞൻ കാണുന്നതെല്ലാം എടുത്ത് വായി വെക്കാൻ വേണ്ടി പോവുകയാണേ. അതുകൊണ്ട് ആ കുഞ്ഞനെ പെട്ടെന്ന് തന്നെ എടുത്ത് അങ്ങനെ നേരെ നമ്മൾ പൈൻവാലിയിൽ നിന്ന് പോരുക കേട്ടോ. കാരണം വൈകുന്നേരം ആയായിരുന്നു, ഇനി വീട്ടിൽ ചെല്ലണ്ടേ, അതുകൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ കല്യാണിമോൾ ഗുഡ് ഗേളായിരുന്നു കേട്ടോ. ഈ കൊമ്മള വരുന്ന ഒരു സാധനം മാത്രമേ വാങ്ങിച്ചുള്ളൂ, കുട്ടി വേറെ ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നു. അപ്പം നേരെ പിന്നെ നമ്മൾ പോകുന്നത് വാഗമൺ ടൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ടാണേ പോകുന്നത്. ഊതിക്കോ. കുട്ടിക്ക് ഇത് ശരിക്കും അറിയത്തില്ല, അതുകൊണ്ട് കുട്ടി ഇത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നേരെ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് രൂപയ്ക്ക് മാത്രമേ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി കുറച്ചായപ്പോൾ പെട്രോൾ തീരാറായി, മിന്നാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. നേരെ നമ്മൾ പിന്നെ അവിടുന്ന് കുട്ടിത്താനത്തേക്ക് എത്തി കേട്ടോ.
കുട്ടിത്താനത്ത് പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ അവിടെ ചെന്നപ്പോൾ അവിടെ പമ്പും കാര്യങ്ങളും ഒന്നുമേ ഇല്ലായിരുന്നു. പിന്നെ നമ്മളവിടെ പെട്ടു കേസ്. പിന്നെ നമ്മൾ ഇരട്ടി വിലയ്ക്ക് ബ്ലാക്കിൽ എങ്ങാണ്ട് കുറച്ച് പെട്രോൾ മേടിച്ചൊഴിച്ച് അവിടെ നിന്ന് പോരുവാട്ടോ ചെയ്തത്. സത്യം പറഞ്ഞാൽ കുറച്ചല്ല, വളരെയധികം നമ്മൾ വിഷമിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഹോട്ടൽ കണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ കാഞ്ഞിരപ്പള്ളി വന്നു. അവിടുന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് സ്മാർട്ട് ബസാറിൽ കയറി പെട്ടെന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി പോന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏട്ടൻ ഈ നടന്നു പോകുന്നതിൻ്റെ അപ്പുറം തോടാട്ടോ, ആ വഴി കൂടെ വേണം നമ്മുടെ വീട്ടിലേക്ക് കയറാൻ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.